ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച ഷിബിനയുടെ മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്നലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഹരികൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, കുടുംബം എന്താണ് പറയുന്നത്? ആശുപത്രിയുമായി ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം നൽകിയിട്ടുണ്ടോ? വേണു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ച അന്വേഷണം, ആ അന്വേഷണ സംഘം ഇന്ന് മെഡിക്കൽ കോളേജിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവർ അല്പസമയത്തിനകം തന്നെ ഇന്ന് തന്നെ ഈ മെഡിക്കൽ കോളേജിലെത്തി അന്വേഷണം നടത്തുമെന്നുള്ളതാണ്. ഈ ബന്ധുക്കൾ ഈ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്നുള്ളതാണ്. അതായത് ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഈ കഴിഞ്ഞ മാർച്ച് മാസം 26-ാം തീയതിയാണ് യുവതിയെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ഈ മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടാകുകയും പിന്നീട് ഈ ആന്റിബയോട്ടിക്കുകൾ നൽകുകയൊക്കെ ചെയ്തു. പിന്നീട് അത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ഈ മെഡിക്കൽ കോളേജ് അധികൃതർ കാര്യമായി യുവതിയെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. ഈ ആരോപണം ഇന്നലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് നിഷേധിച്ചിരുന്നു. ആരോപണം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ ഉള്ളത്. ഏതായാലും ഈ മരിച്ച ഷിബിനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം പൂർത്തിയായി. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ സംഭവത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. വേണു, ശരി. ഹരികൃഷ്ണനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.